ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിനോം PSലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 മാർച്ച് മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി KG ജ്യോതിർഘോഷ് രചിച്ച പുസ്തകം എന്താണ്? ഗുരു തിരിച്ചു വന്നപ്പോൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി KG ജ്യോതിർഘോഷ് രചിച്ച പുസ്തകം ഗുരു തിരിച്ചു വന്നപ്പോൾ. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. നെക്സ്റ്റ്, പുസ്തക വായനയ്ക്കും പത്രവായനയ്ക്കുമായി സ്കൂളുകളിൽ പ്രത്യേക പീരിയഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം. പുസ്തക വായനയ്ക്കും പത്രവായനയ്ക്കുമായി സ്കൂളുകളിൽ പ്രത്യേക പീരിയഡ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം കേരളം. നെക്സ്റ്റ്, അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി ചങ്ങാതി. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ചങ്ങാതി. നെക്സ്റ്റ്, അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളി ആരാണ്? പ്രൊഫസർ TN സതീശൻ. അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളി പ്രൊഫസർ TN സതീശൻ. നെക്സ്റ്റ്, നിർധനരായ വൃക്കാരോഗികൾക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ഡയാലിസിസ് നൽകിയതിനുള്ള ഡയാലിസിസ് മാൻ അവാർഡിന് അർഹനായത് ആരാണ്? KN ആനന്ദകുമാർ. നിർധനരായ വൃക്കാരോഗികൾക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ഡയാലിസിസ് നൽകിയതിനുള്ള ഡയാലിസിസ് മാൻ അവാർഡിന് അർഹനായത് KN ആനന്ദകുമാർ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്നത് ഛത്തീസ്ഗഡ്. നെക്സ്റ്റ്, മേഫിസ് 2024 പുരസ്കാരം നേടിയ ഗ്രീൻ ആഡ്സ് ഗ്ലോബൽ എന്ന സ്റ്റാർട്ടപ്പ് ഏത് സംസ്ഥാനം ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്? കേരളം. മേഫിസ് 2024 പുരസ്കാരം നേടിയ ഗ്രീൻ ആഡ്സ് ഗ്ലോബൽ എന്ന സ്റ്റാർട്ടപ്പ് ഏത് സംസ്ഥാനം ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്? കേരളം. നെക്സ്റ്റ്, സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2021 IV ദാസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? M മുകുന്ദനാണ്. സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2021 IV ദാസ് പുരസ്കാരം ലഭിച്ചത് M മുകുന്ദൻ. നെക്സ്റ്റ്, 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പോൾ സക്കറിയ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പോൾ സക്കറിയ. നെക്സ്റ്റ്, 2024 മാർച്ചിൽ മുഖ്യമന്ത്രിയായിരിക്കെ രാജ്യത്ത് അറസ്റ്റിലാകുന്ന ആദ്യ വ്യക്തി അരവിന്ദ് കെജ്രിവാൾ. 2024 മാർച്ചിൽ മുഖ്യമന്ത്രിയായിരിക്കെ രാജ്യത്ത് അറസ്റ്റിലാകുന്ന ആദ്യ വ്യക്തി അരവിന്ദ് കെജ്രിവാൾ. നെക്സ്റ്റ്, 2024 ടേബിൾ ടെന്നീസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയാണ്? സൗത്ത് കൊറിയയിലെ ബുസാനിലാണ്. 2024 ടേബിൾ ടെന്നീസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വേദി സൗത്ത് കൊറിയയിലെ ബുസാൻ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 ലോക സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ഫിൻലാൻഡാണ്. തുടർച്ചയായി 7-ാം തവണയാണ് ഫിൻലാൻഡിന് ഈ ഒരു അംഗീകാരം ലഭിക്കുന്നത്. അതായത് 2024 ലോക സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡ്. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇന്ത്യയുടെ സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനം 126. അതായത് ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. അതുപോലെ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള അറബ് രാജ്യം ഏതാണ്? കുവൈറ്റ്. ഓർത്തു വയ്ക്കുക. അതുപോലെ സന്തോഷം കുറഞ്ഞ രാജ്യം അത് അഫ്ഗാനിസ്ഥാനാണ്. 143-ാം സ്ഥാനത്ത്. ഓർത്തു വയ്ക്കുക. ഏറ്റവും സന്തോഷമുള്ള രാജ്യം അതായത് 2024 ലോക സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള അറബ് രാജ്യം കുവൈറ്റ്. ഇന്ത്യയുടെ സ്ഥാനം 126. അതുപോലെ ഏറ്റവും ഒടുവിലത്തെ സ്ഥാനം അതായത് ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള
PN പണിക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇയ്യങ്കോട് ശ്രീധരൻ. മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം ലഭിച്ചത് ഇയ്യങ്കോട് ശ്രീധരൻ. നെക്സ്റ്റ്, കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമ. ഇതുവരെ. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? ഇതുവരെ. നെക്സ്റ്റ്, 2024 മാർച്ചിൽ നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് ഏതാണ്? പൊക്കാറ. 2024 മാർച്ചിൽ നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് പൊക്കാറ. നെക്സ്റ്റ്, 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് ഇടുക്കിയിലെ വാഗമൺ. ഓർത്തുവയ്ക്കുക, 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് ഇടുക്കി ജില്ലയിലെ വാഗമൺ. നെക്സ്റ്റ്, ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ്? സ്വിറ്റ്സർലാൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം 134. ഓർത്തുവയ്ക്കുക, ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യക്ക് 134 സ്ഥാനം. നെക്സ്റ്റ്, രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം നഫീസ്, അതായത് നാഷണൽ ഓട്ടോമാറ്റഡ് ഫിംഗർ പ്രിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ് ഈ ഒരു സംവിധാനത്തിൻ്റെ പേര്. എന്താണ്? രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം നാഷണൽ ഓട്ടോമാറ്റഡ് ഫിംഗർ പ്രിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം അഥവാ നഫീസ്. നെക്സ്റ്റ്, അന്താരാഷ്ട്ര നാണയനിധി അതായത് IMF 2024 പുറത്തുവിട്ട കണക്കുപ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏതാണ്? ദക്ഷിണ സുഡാൻ. ഓർത്തുവയ്ക്കുക, ദക്ഷിണ സുഡാനാണ് അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത്. ഇന്ത്യയുടെ സ്ഥാനം 63. അതുപോലെ ഏറ്റവും സമ്പന്നമായ രാജ്യമാണ് ലക്സംബർഗ്. ഓർത്തുവയ്ക്കുക, അന്താരാഷ്ട്ര നാണയനിധി IMF 2024 പുറത്തുവിട്ട കണക്കുപ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ദക്ഷിണ സുഡാൻ. ഇന്ത്യയുടെ സ്ഥാനം 63. ഏറ്റവും സമ്പന്നമായ രാജ്യം ലക്സംബർഗ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം തയ്യാറാക്കിയ 2022 ലിംഗസമത്വ സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. രണ്ടാം സ്ഥാനം നോർവേ. മൂന്നാം സ്ഥാനം സ്വിറ്റ്സർലാൻഡ്. ഓർത്തുവയ്ക്കുക, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം തയ്യാറാക്കിയ 2022 ലിംഗസമത്വ സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഡെൻമാർക്ക്. രണ്ടാം സ്ഥാനം നോർവേ. മൂന്നാം സ്ഥാനം സ്വിറ്റ്സർലാൻഡ്. ഓർത്തുവയ്ക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ത്യയുടെ സ്ഥാനം 108. ഓർത്തുവയ്ക്കുക, ഇന്ത്യയുടെ സ്ഥാനം 108. നെക്സ്റ്റ്, തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിക്കുന്ന ഉപഗ്രഹം ബാർട്ടോസാറ്റ്. തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹം ബാർട്ടോസാറ്റ്. നെക്സ്റ്റ്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം ഏതാണ്? പുഷ്പക്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരാണ് പുഷ്പക്. നെക്സ്റ്റ്, ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് സി വിജിൽ. അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് സി വിജിൽ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, റഷ്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എത്രാമത്തെ തവണയാണ് വ്ളാഡിമിർ പുടിൻ വിജയിക്കുന്നത്? 5ാം തവണ. റഷ്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എത്രാമത്തെ തവണയാണ് വ്ളാഡിമിർ പുടിൻ വിജയിക്കുന്നത്? 5ാം തവണ. നെക്സ്റ്റ്, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന ഇലോൺ മസ്ക് ആവിഷ്കരിച്ച വിഷൻ ചിപ്പ് പദ്ധതി ബ്ലൈൻഡ് സൈറ്റ്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന ഇലോൺ മസ്ക് ആവിഷ്കരിച്ച വിഷൻ ചിപ്പ് പദ്ധതി ബ്ലൈൻഡ് സൈറ്റ്. നെക്സ്റ്റ്, ജന്മന ഹൃദയവൈകല്യമുള്ളവരുടെ കുട്ടികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഹൃദ്യം. ജന്മന ഹൃദയവൈകല്യമുള്ളവരുടെ കുട്ടികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹൃദ്യം. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രം മാറ്റൊലി. സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രം മാറ്റൊലി. നെക്സ്റ്റ്,
2024 രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് 2024 രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. നെക്സ്റ്റ്, മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. നെക്സ്റ്റ്, 2024 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട വരി തുരങ്കപാത ഏതാണ്? സെല ടണൽ. അരുണാചൽ പ്രദേശിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2024 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട വരി തുരങ്കപാത ഏതാണ്? അരുണാചൽ പ്രദേശിലെ സെല ടണൽ. നെക്സ്റ്റ്, 2024 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കൾ സർവീസസ് ഫൈനലിൽ ഗോവയാണ് പരാജയപ്പെടുത്തിയത്. ഓർത്തുവയ്ക്കുക. 2024 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കളാണ് സർവീസസ്. ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഗോവയാണ് പരാജയപ്പെടുത്തിയത്. നെക്സ്റ്റ്, പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളം. പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളം. നെക്സ്റ്റ്, നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് വിവരശേഖരണം ഉൾപ്പെടുത്തി നീതി ആയോഗ് ആരംഭിച്ച പോർട്ടൽ ഏതാണ്? നീതി ഫോർ സ്റ്റേറ്റ്സ്. നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരശേഖരണം ഉൾപ്പെടുത്തി നീതി ആയോഗ് ആരംഭിച്ച പോർട്ടൽ നീതി ഫോർ സ്റ്റേറ്റ്സ്. നെക്സ്റ്റ്, കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്കുള്ള ആദ്യത്തെ ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നത് തിരുവനന്തപുരത്തെ ശ്രീകാര്യം. കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്കുള്ള ആദ്യത്തെ ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നത് ശ്രീകാര്യം, തിരുവനന്തപുരം ജില്ലയിൽ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2023 UN-ന്റെ സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 112. ഓർത്തുവയ്ക്കുക. 1-ാം സ്ഥാനത്ത് ഫിൻലാൻഡ്. 2023 UN-ന്റെ സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 112, 1-ാം സ്ഥാനത്ത് ഫിൻലാൻഡ്. നെക്സ്റ്റ്, 2024 മുംബൈയിൽ നടന്ന 71ാമത് സൗന്ദര്യ മത്സരത്തിൽ ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ചെക്ക് റിപ്പബ്ലിക്കിലെ ക്രിസ്റ്റ്യാന പിസ്കോവ. 2024 മുംബൈയിൽ നടന്ന 71ാമത് സൗന്ദര്യ മത്സരത്തിൽ ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ക്രിസ്റ്റ്യാന പിസ്കോവയാണ്. ചെക്ക് റിപ്പബ്ലിക്കാണ് അവരുടെ രാജ്യം. നെക്സ്റ്റ്, 2024 മാർച്ചിൽ ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി ആരാണ്? AS രാജീവാണ്. കോട്ടയത്തു നിന്നുള്ള AS രാജീവാണ് 2024 മാർച്ചിൽ ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ജാർഖണ്ഡ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. ഓർത്തുവയ്ക്കുക. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. നെക്സ്റ്റ്, ഹരിയാന മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് നയാബ് സിംഗ് സെയ്നി. ഓർത്തുവയ്ക്കുക. ഹരിയാന മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് നയാബ് സിംഗ് സെയ്നി. നെക്സ്റ്റ്, പൗരത്വ ഭേദഗതി ബിൽ 2019 പ്രകാരം ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയാണ് പരിഗണിക്കുന്നത്? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ. പൗരത്വ ഭേദഗതി ബിൽ 2019 പ്രകാരം ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയാണ് പരിഗണിക്കുന്നത്? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ. നെക്സ്റ്റ്, വനിതാ സ്വയം സഹായക സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കുന്ന പുതിയ പദ്ധതി നമോ ഡ്രോൺ ദീദി. വനിതാ സ്വയം സഹായക സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കുന്ന പുതിയ പദ്ധതി നമോ ഡ്രോൺ ദീദി. നെക്സ്റ്റ്, കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു. ആരാണ്? കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു. നെക്സ്റ്റ്, 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല ഏതാണ്? എറണാകുളമാണ്. 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ലയാണ് എറണാകുളം. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നിന്നും അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം കടന്നൽ ഏതാണ്? പിയുമോയിഡസ് ഇൻഡിക്കസ്. പിയുമോയിഡസ് ഇൻഡിക്കസ്. പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നിന്നും അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം കടന്നൽ ഏതാണ്? പിയുമോയിഡസ് ഇൻഡിക്കസ്.
നെക്സ്റ്റ്, ബ്രിട്ടീഷ് രാജാവിൻ്റെ ബഹുമതിയായ നൈറ്റ്ഹുഡ് പദവി ലഭിച്ച ഇന്ത്യയിലെ വ്യവസായി ആരാണ്? സുനിൽ മിത്തലാണ് ബ്രിട്ടീഷ് രാജാവിൻ്റെ ബഹുമതിയായ നൈറ്റ്ഹുഡ് പദവി ലഭിച്ച ഇന്ത്യയിലെ വ്യവസായി സുനിൽ മിത്തൽ. നെക്സ്റ്റ്, കേൾവിശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായി ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഹിയർ WHO. കേൾവിശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായി ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹിയർ WHO. നെക്സ്റ്റ്, സ്ത്രീകളിൽ സ്തനാർബുദം വർദ്ധിക്കുന്നത് നേരത്തെ സ്ക്രീനിംഗ് ചെയ്യുന്നതിനും കണ്ടെത്തുന്നതിനുമുള്ള സവേര പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം ഹരിയാന. സവേര പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം ഹരിയാന. ഓർത്തുവയ്ക്കുക, സ്ത്രീകളിൽ സ്തനാർബുദം വർദ്ധിക്കുന്നത് നേരത്തെ സ്ക്രീനിംഗ് ചെയ്യുന്നതിനും കണ്ടെത്തുന്നതിനുമുള്ള സവേര പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം ഹരിയാന. നെക്സ്റ്റ്, ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല ഏതാണ്? വയനാട്. ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കേട്ടോ. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല വയനാട്. നെക്സ്റ്റ്, പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ സ്മാർട്ട് ഐ എന്ന പേരിൽ CCTV സ്ഥാപിക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല കണ്ണൂർ. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ സ്മാർട്ട് ഐ എന്ന പേരിൽ CCTV സ്ഥാപിക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല കണ്ണൂർ. നെക്സ്റ്റ്, 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം മധ്യപ്രദേശ്. 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം മധ്യപ്രദേശ്. നെക്സ്റ്റ്, കായിക താരങ്ങൾക്കുള്ള ഈ സർട്ടിഫിക്കറ്റ് സംവിധാനം ആദ്യമായി നടപ്പാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. കായിക താരങ്ങൾക്കുള്ള ഈ സർട്ടിഫിക്കറ്റ് സംവിധാനം ആദ്യമായി നടപ്പാക്കിയ ഇന്ത്യൻ സംസ്ഥാനം കേരളം. നെക്സ്റ്റ്, ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അസം ആണ്. ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം അസം. ആദ്യത്തേത് ഉത്തരാഖണ്ഡ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 മുതൽ ഗർഭഛിദ്രം മൗലിക അവകാശമാക്കിയ രാജ്യം ഏതാണ്? ഫ്രാൻസ്. 2024 മുതൽ ഗർഭഛിദ്രം മൗലികാവകാശമാക്കിയ രാജ്യം ഫ്രാൻസ്. നെക്സ്റ്റ്, ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിതത്വവും സുരക്ഷയും ഉറപ്പുവരുത്തുവാനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സങ്കൽപ്പ്. ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിതത്വവും സുരക്ഷയും ഉറപ്പുവരുത്തുവാനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഓപ്പറേഷൻ സങ്കൽപ്പ്. നെക്സ്റ്റ്, 2024 ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ മിഷേൽ ടെലഗ്രാൻഡ്. 2024 ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ മിഷേൽ ടെലഗ്രാൻഡ്. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം PR ശ്രീജേഷ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം PR ശ്രീജേഷ്. നെക്സ്റ്റ്, 2025 UN കാലാവസ്ഥ ഉച്ചകോടിക്ക് അഥവാ COP30 വേദിയാകുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. 2025 UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീൽ. നെക്സ്റ്റ്, 2024 മാർച്ചിൽ 100-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. 2024 മാർച്ചിൽ 100-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം. നെക്സ്റ്റ്, വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ. ഓർത്തുവയ്ക്കുക, വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയെ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകത്തിൻ്റെ പേരാണ് യൂറോപ്പ ക്ലിപ്പർ. നെക്സ്റ്റ്, MD ഏകാകിതയുടെ വിസ്മയം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഡോക്ടർ KP സുധീര. MD ഏകാകിതയുടെ വിസ്മയം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഡോക്ടർ KP സുധീര. നെക്സ്റ്റ്, 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ താരം ആരാണ്? സുനിൽ ഛേത്രിയാണ്. 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ താരം സുനിൽ ഛേത്രി. നെക്സ്റ്റ്, പൊതുവിദ്യാലയങ്ങളിൽ 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരള നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? മലയാള മധുരം. പൊതുവിദ്യാലയങ്ങളിൽ 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരള നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? മലയാള മധുരം.
നെക്സ്റ്റ് 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്ക. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്ക. നെക്സ്റ്റ് ഭൂട്ടാൻ്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ഡ്രുക് ക്യാൽപോയ്ക്ക് അർഹനായത് ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി. ഓർത്തുവയ്ക്കുക, ഭൂട്ടാൻ്റെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി ഡ്രുക് ക്യാൽപോ അർഹനായത് നരേന്ദ്രമോദി. നെക്സ്റ്റ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ആസ്പദമാക്കി പുറത്തിറക്കിയ ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ബ്ലെസ്സിയാണ്. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ആസ്പദമാക്കി പുറത്തിറക്കിയ സിനിമ ആടുജീവിതം. ആ സിനിമയുടെ സംവിധായകൻ ബ്ലെസ്സി. നെക്സ്റ്റ് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിൻ്റ് നീമോയിൽ എത്തിയ ആദ്യ വ്യക്തി ആരാണ്? ബ്രിട്ടനിലെ ക്രിസ് ബ്രൗൺ ആണ്. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലം ഏതാണ്? പോയിൻ്റ് നീമോ. അവിടെ എത്തിയ ആദ്യ വ്യക്തി ബ്രിട്ടനിലെ ക്രിസ് ബ്രൗൺ. നെക്സ്റ്റ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ. നെക്സ്റ്റ് ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ സാക്ഷം. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് സാക്ഷം. നെക്സ്റ്റ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത് ആരാണ്? അജന്ത ശരത് കമലാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത് ആരാണ്? അജന്ത ശരത് കമൽ കേട്ടോ. നെക്സ്റ്റ് ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതി ഏതാണ്? K4Care. ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് K4Care. നെക്സ്റ്റ് 2024 അധ്യയന വർഷം മുതൽ എല്ലാ കലാവിഷയങ്ങളിലും ലിംഗഭേദമില്ലാതെ പ്രവേശനം അനുവദിച്ച സംസ്ഥാനം കേരള കലാമണ്ഡലം. 2024 അധ്യയന വർഷം മുതൽ എല്ലാ കലാവിഷയങ്ങളിലും ലിംഗഭേദമില്ലാതെ പ്രവേശനം അനുവദിച്ച സ്ഥാപനം കേരള കലാമണ്ഡലം. നെക്സ്റ്റ് 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത്? എത്രാമത്തെയാണ്? 50ാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത്. 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ 50ാമത് വാർഷികമാണ് ആചരിക്കുന്നത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ് 50ാമത് G7 ഉച്ചകോടി 2024 ആതിഥേയത്വം വഹിക്കുന്നത് ഇറ്റലിയാണ്. 50ാമത് G7 ഉച്ചകോടി 2024 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇറ്റലി. നെക്സ്റ്റ് 700 വർഷം മുമ്പുള്ള വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ഏതാണ്? ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. 700 വർഷം മുമ്പുള്ള വട്ടെഴുത്ത് കണ്ടെത്തിയ ക്ഷേത്രം ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ് ഷോണിമ, സ്വർണ്ണ എന്നിവ ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? തണ്ണിമത്തൻ. ഓർത്തുവയ്ക്കുക. ഷോണിമ, സ്വർണ്ണ എന്നിവ ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? തണ്ണിമത്തൻ. നെക്സ്റ്റ് 2024 മാർച്ചിൽ ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? സദാനന്ദ് വസന്ത് ദാതെ. 2024 മാർച്ചിൽ ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് സദാനന്ദ് വസന്ത് ദാതെ. നെക്സ്റ്റ് 2024 മാർച്ച് ഓസ്ട്രേലിയയിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് അറിയപ്പെടുന്നത് മേഗൻ. 2024 മാർച്ച് ഓസ്ട്രേലിയയിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് മേഗൻ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ് തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ല നടപ്പിലാക്കുന്ന പദ്ധതി ബന്ധു പദ്ധതി. തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ല നടപ്പിലാക്കിയ പദ്ധതിയാണ് ബന്ധു പദ്ധതി. നെക്സ്റ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുവാൻ റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ ആപ്പ് റെയിൽ മൈത്രി. റെയിൽവേ സ്റ്റേഷനുകളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുവാൻ റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ ആപ്പ് റെയിൽ മൈത്രി. നെക്സ്റ്റ് തിരഞ്ഞെടുപ്പ് ഏകോപനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ എൻകോർ. തിരഞ്ഞെടുപ്പ് ഏകോപനത്തിനായി
തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് എൻകോർ. നെക്സ്റ്റ് 2024 മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗത്തിനുള്ള വാക്സിൻ MD-BIVAC. ഓർത്തുവയ്ക്കുക, 2024 മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗത്തിനുള്ള വാക്സിൻ MD-BIVAC. നെക്സ്റ്റ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരത്തിന് മലയാള വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ PK രാധാമണി. ഗുരുവായൂരിൽ നിന്നുള്ള ഡോക്ടർ PK രാധാമണിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ് കന്നഡ വിഭാഗത്തിൽ പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? കാസർഗോഡ് നിന്നുള്ള KK ഗംഗാധരൻ. കന്നഡ വിഭാഗത്തിൽ പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പുരസ്കാരം ലഭിച്ച മലയാളി കാസർഗോഡ് നിന്നുള്ള KK ഗംഗാധരൻ. നെക്സ്റ്റ് 96ാമത് ഓസ്കാർ അവാർഡ് 2024 നോക്കാം. മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഓപ്പൺഹൈമറാണ്. മികച്ച ചിത്രം ഓപ്പൺഹൈമർ. മികച്ച സംവിധാനം ക്രിസ്റ്റഫർ നോളൻ. ഓപ്പൺഹൈമർ എന്ന ചിത്രം സംവിധാനം ചെയ്തതിനാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അടുത്തത് മികച്ച നടി ആരാണ്? എമ്മ സ്റ്റോൺ. അഭിനയിച്ച ചിത്രം പുവർ തിങ്സ് എന്നാണ്. ആ ഒരു ചിത്രത്തിൽ അഭിനയിച്ചതാണ് അവർക്ക് മികച്ച നടി പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ് മികച്ച നടൻ കിലിയൻ മർഫി. ഓപ്പൺഹൈമറിലെ നടനായി അഭിനയിച്ചതിനാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ മികച്ച ചിത്രം ഓപ്പൺഹൈമർ, മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ, ചിത്രം ഓപ്പൺഹൈമർ. അതുപോലെ മികച്ച നടി എമ്മ സ്റ്റോൺ, ചിത്രം പുവർ തിങ്സ്. മികച്ച നടൻ കിലിയൻ മർഫി, ചിത്രം ഓപ്പൺഹൈമർ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ് 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ അഗ്നി 5 പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന പേരാണ് മിഷൻ ദിവ്യാസ്ത്ര. മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി വനിതയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള ഷീന റാണി. ഓർത്തുവയ്ക്കുക. അപ്പോൾ 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ ഏതാണ്? അഗ്നി 5. പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന പേരാണ് മിഷൻ ദിവ്യാസ്ത്ര. മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി വനിത ഷീന റാണി. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ് 2024 വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ്റെ അംഗീകാരം ലഭിച്ച പദ്ധതി ഏതാണ്? സ്നേഹാരാമം പദ്ധതി. 2024 വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ്റെ അംഗീകാരം ലഭിച്ച പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി. മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി NSSഉം ശുചിത്വ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ് 2024 മാർച്ചിൽ രാജിവെച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? അരുൺ ഗോയൽ. 2024 മാർച്ചിൽ രാജിവെച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ. അതുപോലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗണേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗണേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു. ഒപ്പം ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാറാണ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ് മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. 2018 എന്ന ചിത്രത്തിൻ്റെ റെക്കോർഡാണ് ഈ ഒരു ചിത്രം മാറ്റിയത്. മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. നെക്സ്റ്റ് 2023 ഇന്ത്യയിൽ ഏറ്റവും അധികം കാലാവസ്ഥാ വ്യതിയാനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ്. 2023 ഇന്ത്യയിലെ ഏറ്റവും അധികം കാലാവസ്ഥാ വ്യതിയാനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം. നെക്സ്റ്റ് സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? റാങ്പോയാണ്. സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് റാങ്പോയിൽ. നെക്സ്റ്റ് ബംഗാൾ ഉൾക്കടലിൽ നിന്നും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ തലയിൽ ആവരണമുള്ള പുതിയ ഇനം കടലൊച്ച്. പേര് മെലനോക്ലാമിസ് ദ്രൗപദി. ബംഗാൾ ഉൾക്കടലിൽ നിന്നും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ തലയിൽ ആവരണമുള്ള പുതിയ ഇനം കടലൊച്ച് മെലനോക്ലാമിസ് ദ്രൗപദി. നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ ഒരു പേര് ഇതിന് നൽകിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗം
ലൈം രോഗം 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗം ലൈം രോഗം. നെക്സ്റ്റ്, അടുത്തിടെ റഷ്യ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ ആരാണ്? ഗാരി കാസ്പറോവ്. അടുത്തിടെ റഷ്യ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ ആരാണ്? ഗാരി കാസ്പറോവ്. നെക്സ്റ്റ്, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2027 വേദി ഏതാണ്? ചൈനയിലെ ബെയ്ജിംഗ് ആണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2027 വേദി ബെയ്ജിംഗ്, ചൈനയിലെ ബെയ്ജിംഗ്, ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, സുസ്ഥിര ടൂറിസം, ഉത്തരവാദിത്ത ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സ്വദേശി ദർശൻ 2.0. സുസ്ഥിര ടൂറിസം, ഉത്തരവാദിത്ത ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതി സ്വദേശി ദർശൻ 2.0. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ബീഹാറിലെ പാറ്റ്നയിലാണ്, ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് ബീഹാറിലെ പാറ്റ്നയിൽ. നെക്സ്റ്റ്, ഫോണിലും വാട്സാപ്പിലും വരുന്ന സൈബർ തട്ടിപ്പുകളും മെസ്സേജുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം ഏതാണ്? ചക്ഷു. ഫോണിലും വാട്സാപ്പിലും വരുന്ന സൈബർ തട്ടിപ്പുകളും മെസ്സേജുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം ചക്ഷു. നെക്സ്റ്റ്, വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ട് നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകുവാനായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ക്വിക്ക് സെർവ്. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ട് നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകുവാനായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ക്വിക്ക് സെർവ്. നെക്സ്റ്റ്, 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. നെക്സ്റ്റ്, അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ഓവർലോഡ്. അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ഓവർലോഡ്. നെക്സ്റ്റ്, ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി ഏതാണ്? പെരിയാറാണ്. മറ്റ് നദികൾ കാവേരി, കൃഷ്ണ, മഹാനദി, ഗോദാവരി, നർമ്മദ. ഓർത്തുവയ്ക്കുക, ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ. 6 നദികൾ ഏതൊക്കെയാണ്? പെരിയാർ, കാവേരി, കൃഷ്ണ, മഹാനദി, ഗോദാവരി, നർമ്മദ. അതിൽ പെരിയാർ മാത്രമാണ് കേരളത്തിൽ നിന്നുള്ള നദി, ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, മൊബൈലിലൂടെ സൗജന്യമായി നിയമസേവനം നൽകുന്നതിനായി കേന്ദ്ര സാമൂഹിക നീതി വകുപ്പും കോമൺ സർവീസ് സെൻ്ററുകളും സംയുക്തമായി ആരംഭിച്ച പദ്ധതി ടെലിലോ 2.0 പദ്ധതി. മൊബൈലിലൂടെ സൗജന്യമായി നിയമസേവനം നൽകുന്നതിനായി കേന്ദ്ര സാമൂഹിക നീതി വകുപ്പും കോമൺ സർവീസ് സെൻ്ററുകളും സംയുക്തമായി ആരംഭിച്ച പദ്ധതി ടെലിലോ 2.0 പദ്ധതി. നെക്സ്റ്റ്, സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ വനിതാരത്ന പുരസ്കാരങ്ങൾ 2024 ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് നോക്കാം. ഫസ്റ്റ്, കായികത്തിൽ ബാഡ്മിൻ്റൺ താരമായ ട്രീസ ജോളിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതായത് കായികത്തിൽ ബാഡ്മിൻ്റൺ താരമായ ട്രീസ ജോളിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതുപോലെ സാമൂഹിക സേവനത്തിന് വിജി പെൺകുട്ട്, വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അന്നപൂർണി സുബ്രഹ്മണ്യം. അതുപോലെ അടുത്തതായി പുരസ്കാരം ലഭിച്ചതാണ് ജിലിമോൾ മാരിയറ്റ് തോമസ്. അതായത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയവരുടെ മേഖലയിൽ നിന്നാണ് ജിലിമോൾ മാരിയറ്റ് തോമസിനെ തിരഞ്ഞെടുത്തത്. അതുപോലെ ജിലിമോൾ മാരിയറ്റ് തോമസിനെ കുറിച്ച് ഓർത്ത് വയ്ക്കേണ്ട മറ്റൊരു പോയിൻ്റ് എന്ന് വെച്ചാൽ ഇരു കൈകളുമില്ലാതെ കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ഏഷ്യയിലെ ആദ്യ വനിത കൂടിയാണ് ജിലിമോൾ മാരിയറ്റ് തോമസ്, ഓർത്ത് വയ്ക്കുക. അപ്പോൾ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ വനിതാരത്ന പുരസ്കാരങ്ങൾ 2024 ലഭിച്ചത് ആർക്കൊക്കെയാണ്? കായികത്തിൽ ട്രീസ ജോളി, ബാഡ്മിൻ്റൺ താരമാണ്. അതുപോലെ സാമൂഹിക സേവനത്തിന് വിജി പെൺകുട്ട്, വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അന്നപൂർണി സുബ്രഹ്മണ്യം. അതുപോലെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയവരുടെ മേഖലയിൽ നിന്ന് ജിലിമോൾ മാരിയറ്റ് തോമസ്, ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സംഘടിപ്പിക്കുന്ന സ്വയം പ്രതിരോധ പരിശീലന പരിപാടി ജ്വാല. നെക്സ്റ്റ്,
തകഴി സ്മാരക പദ്ധതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹനായത് ആരാണ്? MK സാനു. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹനായത് MK സാനു.